കെ പ്രേംകുമാർ. ഇല്ല കൺക്ലൂഡ് ചെയ്തു. നിങ്ങൾ സാർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട പാലക്കാട് അംഗം ചർച്ചയുടെ ഭാഗമായി പറഞ്ഞ ഒരു കാര്യം, ഏത് കേരളത്തെ പറ്റിയാണ് പറയുന്നത് എന്നാണ്. ഏത് കേരളം പറയാൻ 4 മിനിറ്റ് കൊടുത്തു. 4 മിനിറ്റ്. സുസ്ഥിര വികസന സൂചികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം, പബ്ലിക് അഫയേഴ്സ് സൂചികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ശ്രേഷ്ഠതാ സൂചികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം, ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ കേരളം, ഇന്ത്യ ടുഡേയുടെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ 2021 1-ാം സ്ഥാനത്തെത്തിയ കേരളം, ആരോഗ്യ സൂചികയിൽ തുടർച്ചയായി 4-ാം സ്ഥാനത്തെത്തിയ കേരളം. ആ കേരളത്തെ പറ്റിയാണ് സാർ സംസാരിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ സൂപ്പർ ഫാബ് ലാബുള്ള സംസ്ഥാനം കേരളം, ആദ്യ ഡിജിറ്റൽ സർവകലാശാല ആരംഭിച്ച സംസ്ഥാനം കേരളം. ഞാൻ പ്രതിപക്ഷ അംഗങ്ങളോട് പറയുകയാണ്, എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സമയം നമ്മൾ കൊടുക്കുന്നുണ്ട്. കേക്കൂ ഞാൻ പറയുന്നത് കേൾക്കൂ. ചേറിൽ നിന്ന് പറയുന്നത് കേൾക്കൂ. കേക്കൂ ചേറിൽ നിന്നാലേ നിങ്ങൾ റോജി നിൽക്കൂ. അതെ, കേൾക്കൂ. ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാന് കേൾക്കൂ. ചേറിൽ നിന്ന് പറയുന്നത് കേൾക്കൂ. ആദ്യം കേൾക്കൂ. എല്ലാ അംഗങ്ങൾക്കും 2 മിനിറ്റ്, 2.5 മിനിറ്റ്, 1.5 മിനിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കേൾക്കൂ. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കേൾക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് 4 മിനിറ്റ് കൊടുത്തു. 4 മിനിറ്റ് കൊടുത്തു. Yes, please. Please, seat-ലിരിക്കെ. Yes, please. Yes, mic കൊടുക്ക്. Yes, അവിടെ ഇരിക്ക്. Yes, mic കൊടുക്ക്. സാർ, ഒരാൾക്ക് പ്രസംഗം കൺക്ലൂഡ് ചെയ്യാൻ അവസരം കൊടുത്തിട്ടും കൺക്ലൂഡ് ചെയ്യാതെ ഭീഷണിപ്പെടുത്തി ചെയറിന്റെ മുമ്പിൽ വന്ന് ഭീഷണിപ്പെടുത്തി സമയം പിടിച്ചു വാങ്ങുകയാണ്. എന്ത് രീതിയാണിത് സാർ? Yes, continue. അങ്ങ് സംസാരിച്ചോ. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല അത് കേരളത്തിലാണ്. ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിലാണ്. ആദ്യത്തെ വാട്ടർ മെട്രോ കേരളത്തിലാണ്. ഇന്റർനെറ്റ് സൗകര്യം ജനങ്ങളുടെ അവകാശമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. ദേശീയപാത വികസനത്തിന് സ്ഥാനമെടുപ്പിന് തുക അനുവദിച്ച ഏക സംസ്ഥാനം കേരളമാണ്. സമ്പൂർണ്ണ ഭവന വൈദ്യുതീകരണം നടത്തിയ ഏക സംസ്ഥാനം കേരളമാണ്. അങ്ങ് സംസാരിച്ചോ. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല അത് കേരളത്തിലാണ്. ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിലാണ്. ആദ്യത്തെ വാട്ടർ മെട്രോ കേരളത്തിലാണ്. ഇന്റർനെറ്റ് സൗകര്യം ജനങ്ങളുടെ അവകാശമായി പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. ദേശീയപാത വികസനത്തിന് സ്ഥാനമെടുപ്പിന് തുക അനുവദിച്ച ഏക സംസ്ഥാനം കേരളമാണ്. സമ്പൂർണ്ണ ഭവന വൈദ്യുതീകരണം നടത്തിയ ഏക സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ 2022-23 നടത്തിയത് കേരളമാണ്. മാതൃ ശിശു മരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് സാർ. ആ കേരളത്തെ കുറിച്ചാണ് സാർ ഇവിടെ പറയുന്നത്. ഇവിടെ ഇപ്പോ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അദ്ദേഹം രാഷ്ട്രീയം പറയുന്നു എന്നാണ് ഇരിക്കൂർ അംഗത്തിന്റെ ആരോപണം. അദ്ദേഹം രാഷ്ട്രീയം പറയും സാർ. അദ്ദേഹം പഠിച്ചത് ആ സ്കൂളിലാണ്. ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയി തുടങ്ങി ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെയായിട്ടുള്ള പൊതുപ്രവർത്തകൻ, CPI
CPIM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വരെയായിട്ടുള്ള പൊതുപ്രവർത്തകൻ, ബൂത്ത് സെക്രട്ടറി മുതൽ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി വരെയായിട്ടുള്ളയാൾ, അദ്ദേഹം രാഷ്ട്രീയം പറയും സാർ. പക്ഷേ അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, ആ വകുപ്പിനെ കാര്യക്ഷമമാക്കാൻ, ജനാധിപത്യവൽക്കരിക്കാൻ ഇടപെടുന്നുണ്ട് സാർ. അതാണ് കാണേണ്ടത്. നേരത്തെ PWD റോഡിൽ ഒരു കുഴി കണ്ടാൽ പരാതി കൊടുക്കാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് പരസ്യമായി പറയുകയാണ്, നിങ്ങൾക്ക് PWD റോഡിൽ ഏതെങ്കിലും നിലയിൽ പ്രവൃത്തിയിൽ ആക്ഷേപമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ PWD for you എന്ന ആപ്പ് നമ്മുടെ സംസ്ഥാനത്തുണ്ട് സാർ. വിമർശനങ്ങളെ ഭയക്കുന്നവരല്ല, വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്ന നയമാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നത്. നമുക്കത് കൃത്യമായി കാണാൻ കഴിയും. അതുപോലെ തന്നെ റവന്യൂ വകുപ്പിൽ നേരത്തെ കാര്യങ്ങൾ ആലോചിക്കാൻ, ചർച്ച ചെയ്യാൻ, ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കാൻ അതിനുള്ള വേദി ഉണ്ടായിരുന്നില്ല. എന്നാൽ നമുക്ക് അനുഭാവത്തോടുകൂടി, അഭിമാനത്തോടുകൂടി കാണാൻ കഴിയും, വില്ലേജ് തല ജനകീയ സമിതി എല്ലാ വില്ലേജ് ഓഫീസിലും മൂന്നാമത്തെ വെള്ളിയാഴ്ച 3 മണിക്ക് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും ജനപ്രതിനിധികൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന അവസരമൊരുക്കി ഒരു വകുപ്പിനെ ജനാധിപത്യവൽക്കരിക്കുന്ന നടപടിയാണ് കേരളത്തിൽ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് കാണാനാകും. ഇപ്പോൾ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ പരമോന്നത നേതാവുമായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ ഒരു പ്രസംഗം നടത്തി. കോൺഗ്രസിലെ BJP-ക്കാരെ പുറത്താക്കണമെന്ന് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹിന്ദു പത്രം എഴുതിയിട്ടുള്ളത്, one section of Congress in Gujarat is in league with BJP, says Rahul. എന്ത് പറയാനുണ്ട്? There are 2 types of people in Gujarat Congress leadership and among workers. Those who are honest with the people, fight for them, respect them, and have the ideology of the Congress in their heart. And the others who are cut off from the people, sit far away, do not respect them, and half of them who are with the BJP. ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കോൺഗ്രസിലെ BJP-ക്കാരെ പുറത്താക്കണമെന്നാണ് റിപ്പോർട്ട് ചെയ്തത്. ഇത് കോൺഗ്രസ്സായി രംഗത്ത് നിൽക്കുകയും BJP-ക്ക് വേണ്ടി കോൺഗ്രസിനെ ഒറ്റുകൊടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് രാജ്യത്ത് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. ഇത് ഒറ്റപ്പെട്ട പ്രതിഭാസമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരും മുൻ MLA-മാരും മന്ത്രിമാരും എല്ലാം ഇന്ന് രാജ്യത്തെ BJP-യുടെ നേതാക്കളാണ് സാർ. ഇന്നലത്തെ BJP ഇന്നത്തെ കോൺഗ്രസ് ആണ് എന്ന് കാണാൻ പറ്റും. കേരളത്തിൽ RSSന്റെ ആചാര്യൻ ഗോൾവാർക്കറിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി നിന്നത് BJP RSS താല്പര്യം സംരക്ഷിച്ചത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് എന്ന് നാം മറന്നുകൂടാ. RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞയാൾ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇളക്കം തട്ടാതെ ഇരിക്കുകയാണ്. രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാതിരുന്ന BJP-ക്ക് അത് ഉറപ്പാക്കുന്നതിന് വേണ്ടി രാജസ്ഥാനിൽ നിന്നും രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടയാൾ ആ സ്ഥാനം രാജിവെച്ച് BJP-ക്ക് വേണ്ടി സ്ഥാനമൊഴിഞ്ഞു നൽകി രാജ്യസഭയിലെ BJP-ക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്തു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28 മറന്നിട്ടില്ല, ഗുജറാത്തിലെ മുൻ കോൺഗ്രസ് നേതാവ്, മുൻ കോൺഗ്രസ് MP എഹ്സാൻ ജാഫ്രിയുടെ രക്തസാക്ഷി ദിനമായിരുന്നു. 2002 ഫെബ്രുവരി 28-നാണ് ഗുജറാത്ത് വംശഹത്യക്കിടെ എഹ്സാൻ ജാഫ്രി രക്തസാക്ഷിയാകുന്നത്. കമലാ നെഹ്റുവിൻ്റെയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെയും ചരമദിനമാണ് ഫെബ്രുവരി 28. ആ രണ്ടുപേരുടെയും ഓർമ്മ ദിനത്തിൽ കോൺഗ്രസിന്റെ ഒഫീഷ്യൽ പേജിൽ ആ കുറിപ്പ് വന്നിട്ടുണ്ട്. എന്നാൽ ഇതേ ദിവസം സംഘപരിവാറിനാൽ രക്തസാക്ഷിയാക്കപ്പെട്ട ഗുജറാത്തിലെ കോൺഗ്രസ് MP-യെ പാടെ മറക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറി എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒഫീഷ്യൽ പേജിലോ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ എഹ്സാൻ ജാഫ്രിയുടെ ഓർമ്മക്കുറിപ്പ് നൽകാൻ ആ പാർട്ടി തയ്യാറായില്ല. എഹ്സാൻ ജാഫ്രിയുടെ ഭാര്യ സക്കിയ ജാഫ്രിയുടെ നീതിക്കായുള്ള പോരാട്ടങ്ങൾക്ക് കോൺഗ്രസ് ഒരിക്കലും ആത്മാർത്ഥമായി പിന്തുണ നൽകിയിട്ടില്ല. ഗുജറാത്ത് വംശഹത്യയുടെ കാലത്ത് സാക്കിയെ അവരുടെ വീട്ടിൽ പോയി കാണാൻ സോണിയാഗാന്ധി തയ്യാറായില്ല. ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേത്ര പര്യടനം നടത്താൻ സമയം കണ്ടെത്തിയ രാഹുൽ ഗാന്ധി ഒരിക്കൽ പോലും സാക്കിയയെ കാണാൻ പോയിട്ടില്ല സാർ. നീതിക്കായുള്ള പോരാട്ടത്തിനിടയിൽ ഈ മാസം ആദ്യമാണ് സാക്കിയ ജാഫ്രി വിട പറഞ്ഞത്. അവരുടെ വിയോഗത്തിൽ രാഹുൽ മാങ്കൂട്ടം മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള ഒരൊറ്റ കോൺഗ്രസ്സുകാരനും അനുശോചനം അറിയിച്ചിട്ടില്ല. എഹ്സാൻ ജാഫ്രിയെയും സാക്കിയ ജാഫ്രിയെയും ഓർത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരള മുഖ്യമന്ത്രിയുമായിട്ടുള്ള സഖാവ് പിണറായി വിജയനാണ്.
സംഘപരിവാറിനെതിരായി RSSനെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന പാർട്ടി ഏതാണ്, നേതാവ് ഏതാണ് എന്നത് ഇതാണ് കോൺഗ്രസും CPIയും തമ്മിലുള്ള വ്യത്യാസം. സാർ, ഇവിടെ ധനാഭ്യർത്ഥനയുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട് KV സുരേഷ്